ദേവീ ശരണം അമ്മേ അപ്പാണ്ഡിത്യമതെങ്ങഹോ കവിയശ പ്രാർത്ഥിത്വമെങ്കിലും തൃപ്പാദാശ്രിതനാമിവങ്കൽ കരുണാപാങ്കം പൊഴിക്കേണമേ. അല്പം നീ കനിവേകിയാൽ മതി, അതിനല്ലായികയിൽ നീ എന്നിയേ നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരം മേ ഭയം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഷഷ്ഠസ്കന്ധം 12ാമത്തെ അധ്യായമാണ് ഇന്നലെ മുതൽ അവലോകനം ചെയ്യാൻ തുടങ്ങിയത്. പുണ്യ നദികളെക്കുറിച്ചും പുണ്യക്ഷേത്രങ്ങളെക്കുറിച്ചും അറിയാൻ ആഗ്രഹിച്ച ജനമേജയന് ആ പുണ്യ നദികളെ കുറിച്ച് ആദ്യം പറഞ്ഞതിനു ശേഷം അടുത്തതായിട്ട് പുണ്യക്ഷേത്രങ്ങളെയാണ് പറയുന്നത്. പുഷ്കരം ച കുരുക്ഷേത്രം ധർമാരണ്യം സുപാവനം പ്രഭാസം ച പ്രയാഗം ച നൈമിഷ്യാരണ്യമേവ ച വിശ്രുതം ച അർബുദാരണ്യം ശൈലാശ്ച പാവനാസ്തഥാ. പാവനമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് പുഷ്കരം. അതിന്ന് രാജസ്ഥാനിലാണ്. ബ്രഹ്മാവിൻ്റെ ഏക പ്രതിഷ്ഠയുള്ള സ്ഥലമാണ് പുഷ്കരം എന്നാണ് പറയണത്. ആ പുഷ്കരത്തിൽ പോയാൽ അവിടെ ജലസ്വരൂപിയായിക്കൊണ്ട് ഭഗവാൻ ഇരിക്കണു എന്ന് പറയുന്നുണ്ട്. വളരെ പാവനമായിട്ടുള്ള സ്ഥലം കുരുക്ഷേത്രം, ധർമാരണ്യം, പിന്നെ പ്രഭാസം, പ്രയാഗം, നൈമിഷാരണ്യം, അർബുദാരണ്യം, ഈ പാവനങ്ങളായിട്ടുള്ള പർവ്വതങ്ങളാണ് വിശ്രുതമായിട്ടുള്ള അർബുദാരണ്യം. ആരണ്യം എന്ന് പറഞ്ഞാൽ പർവ്വതം എന്നാണ് അർത്ഥം. നൈമിഷാരണ്യം, ബ്രഹ്മാവ് ഉരുട്ടിവിട്ട നേമി അഥവാ ചക്രം വന്ന് പതിച്ച ആരണ്യം, കാടായതുകൊണ്ട് നൈമിഷാരണ്യം എന്ന് പേര് വന്നു എന്നൊക്കെ ഭാഗവതത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള നൈമിഷാരണ്യം, അർബുദാരണ്യം എല്ലാം പാവനങ്ങളായിട്ടുള്ള പർവ്വതങ്ങളാണ് എന്നൊക്കെ പാവനമായിട്ടുള്ള ക്ഷേത്രങ്ങളുടെയും പർവ്വതങ്ങളുടെയും പേരുകൾ. പിന്നെ ശ്രീശൈലം, സുമേരു, ഗന്ധമാദന പർവ്വതം, അങ്ങനെ പുണ്യക്ഷേത്രങ്ങളും പുണ്യസരസ്സുകളും പർവ്വതങ്ങളും ധാരാളമുണ്ട്. ഇവയിലൊക്കെ വിശ്രുതമായിട്ടുള്ളതാണ്, വളരെ പേരുകേട്ടതാണ് മാനസ സരസ്. അതുപോലെ ശ്രേഷ്ഠവും പാവനവുമാണ് ബിന്ദുസരസ് എന്നൊക്കെ പറഞ്ഞത് കുറച്ച് പേരുകളൊക്കെ പറയുന്നുണ്ട് ഇവിടെ. ബിന്ദുസരസ് ഭഗവാന്റെ സ്വയം കണ്ണുനീര് ആ കർദമ ഋഷി തപസ് ചെയ്ത കർദമനെ കണ്ട് സന്തോഷിച്ച് ഭഗവാൻ ദർശനം കൊടുത്തപ്പോൾ തപസ്സിൽ സന്തോഷിച്ച ഭഗവാന്റെ കണ്ണിൽ നിന്നും വീണ 2 ജലത്തുള്ളികളാണ് ആ ബിന്ദുസരസ്സായിട്ട് മാറിയത് എന്നൊക്കെ ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ നമ്മൾ ശ്രവിച്ചതാണല്ലോ. അങ്ങനെ ഇതിനെയെല്ലാം കുറിച്ച് പറഞ്ഞതിന് ശേഷം ശ്രേഷ്ഠരായിട്ടുള്ള മുനിമാരുടെ പുണ്യാശ്രമങ്ങളെ പറ്റിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അതിനെയാണ് പറഞ്ഞു പോകുന്നത്. സദാ പുണ്യവും പ്രസിദ്ധവുമാണ് ബദരികാശ്രമം. നരനാരായണന്മാരായിട്ടുള്ള മുനിമാരെ അവിടെയാണ് തപസ് ചെയ്തിരുന്നത്. സ്വയം ഭഗവാന്റെ അവതാരങ്ങളായിട്ടുള്ള നരനാരായണന്മാർ തപസ് ചെയ്തതായിട്ടുള്ള ബദരികാശ്രമം എല്ലാ ആശ്രമങ്ങളിലും വെച്ച് ഏറ്റവും പുണ്യമായിട്ടുള്ളതാണ്. അതേമാതിരി തന്നെ തപസ് ചെയ്തതായിട്ടുള്ള ഋഷികളുടെ നാമത്തിൽ പ്രസിദ്ധമായി തീർന്ന ആശ്രമങ്ങളാണ് ശതയൂപാശ്രമവും വാമനാശ്രമവും
ഇങ്ങനെ പുണ്യങ്ങളായിട്ടുള്ള എണ്ണിയാൽ തീരാത്ത അസംഖ്യം സ്ഥലങ്ങൾ ഭൂമിയിലുണ്ട്. ഇതെല്ലാം പാവനങ്ങളായിട്ടുള്ള സ്ഥലങ്ങളാണ്, പുണ്യങ്ങളെ നേടിത്തരുന്ന സ്ഥലങ്ങളാണ് എന്നവിടെ പറയാണ്. അങ്ങനെ ഭാരതദേശം വളരെ പുണ്യമായിട്ടുള്ളതാണ്. കാരണം ധാരാളം ഇത്തരത്തിലുള്ള പുണ്യക്ഷേത്രങ്ങൾ, പുണ്യനദികൾ, പുണ്യപർവ്വതങ്ങൾ, പുണ്യ ആശ്രമങ്ങൾ ഒക്കെ ധാരാളം നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ ഭാരതം. ഓരോ സ്ഥലത്തും പോകുന്ന സമയത്ത് അതിൻ്റെ കഥകളെ നമ്മൾ കേൾക്കുന്ന സമയത്താണ് ആ സ്ഥലത്തിൻ്റെ, ആ നദിയുടെ, ആ പർവ്വതത്തിൻ്റെ ഒക്കെ നമ്മൾ മഹത്വം എന്താണെന്ന്, പുണ്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഭാഗവത മഹാപുരാണമായാലും ദേവി ഭാഗവത പുരാണമായാലും ഏതാനും ചില നാമങ്ങളെയൊക്കെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എല്ലാം ഇവിടെ പറഞ്ഞിട്ടില്ല. അതിലും വിശിഷ്ടമായിട്ട് എന്തുകൊണ്ടാണ് അതൊക്കെ പാവനങ്ങളായിട്ടുള്ളത്, അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യങ്ങൾ എന്താണ് എന്നൊന്നും ദീർഘമായിട്ട് വിഷ്ണു പുരാണമായാലും ദേവി ഭാഗവത പുരാണമായാലും പറയുന്നില്ല. അതെല്ലാം നമ്മൾ മറ്റ് അതിനോടനുബന്ധിക്കുന്നതായിട്ടുള്ള കഥാപുസ്തകങ്ങളെ എടുത്താൽ നമുക്ക് അതിനെക്കുറിച്ചെല്ലാം ധാരാളമായിട്ട് അറിയാൻ കഴിയും. ഇപ്പോൾ ഗോവർദ്ധന പർവ്വതം ഭഗവാൻ കുടയായി ചൂടി ഗോപിഗോപന്മാരെയും പശുക്കളെയും രക്ഷിച്ച ഗോവർദ്ധന പർവ്വതം മഹാപുണ്യമായിട്ടുള്ള പർവ്വതമാണ്. ഇന്നും വൃന്ദാവനത്തിൽ പോകുന്നവർ അവിടെ വൃന്ദാവനത്തിൽ പോയാൽ ഗോവർദ്ധന പരിക്രമം എന്നുള്ളത് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അവിടെയൊക്കെ പോയാൽ അവർ പറയണു, അവിടെയുള്ള പണ്ഡിതന്മാർ പറയും, ഗോവർദ്ധന പരിക്രമം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വൃന്ദാവനത്തിൽ പോയതിൻ്റെ ഫലമില്ല എന്നൊക്കെയാണ് അവർ പറയുക. ഇനി മറ്റെവിടെയെങ്കിലും പോയില്ലെങ്കിലും വിരോധമില്ല, ആ ഗോവിന്ദനാമം ജപിച്ചുകൊണ്ട് ഗോവർദ്ധന പർവ്വതം പരിക്രമം ചെയ്താൽ മതി. സകല പുണ്യങ്ങളും നേടാനായിട്ട് എന്നൊക്കെ അവർ പറയാറുണ്ട്. ആ ഗോവർദ്ധന പർവ്വതത്തിനെ കുറിച്ചിട്ടുള്ള കഥകളും അനേകമുണ്ട്. ഇനി ഗോവർദ്ധനം മാത്രമല്ല, അങ്ങനെ പല പർവ്വതങ്ങൾ, പല നദികൾ, പല പുണ്യക്ഷേത്രങ്ങൾ ഒക്കെ ഉണ്ടല്ലോ. 108 ശിവക്ഷേത്രങ്ങൾ, 108 ദേവീക്ഷേത്രങ്ങൾ, അങ്ങനെയൊക്കെ പല പുസ്തകങ്ങളും നമുക്ക് മേടിക്കാൻ കിട്ടും. അതൊക്കെ മേടിച്ച് വായിക്കുമ്പോഴാണ് ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങൾ നമുക്ക് മനസ്സിലാവുക. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ഐതിഹ്യങ്ങളുണ്ട് അതിൽ, ഇല്ലേ? ഭഗവാന്റെ ലീലകളെ കാണിക്കുന്നത്. മധുര മീനാക്ഷി ക്ഷേത്രം, ശ്രീരംഗം, തിരുപ്പതി, അങ്ങനെ എത്രയോ പുണ്യക്ഷേത്രങ്ങളല്ലേ. അപ്പോൾ ആ ക്ഷേത്രങ്ങളുടെ ഐതിഹ്യം കേരളത്തിലൊക്കെ ഒരുമാതിരിയുള്ള ഗ്രാമങ്ങളിലുള്ള ചെറിയ ചെറിയ അമ്പലങ്ങളിൽ പോലും അത്തരം ഐതിഹ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം മൂകാംബിക, ചോറ്റാനിക്കര, വൈക്കം, ഏറ്റുമാനൂർ, ഏത് ക്ഷേത്രമെടുത്താൽ, ഞാൻ കുറച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഓരോ ക്ഷേത്രങ്ങളെടുത്ത് നോക്കിയാൽ നമുക്കറിയാം അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യങ്ങൾ അനവധിയാണ് എന്നുള്ളത്. അപ്പോൾ അതൊന്നും ദീർഘമായിട്ട് എല്ലാ പേരുകളും അതിൻ്റെ ഐതിഹ്യങ്ങളും ഒന്നും ഒരു പുരാണത്തിലും പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ പേരിന് വേണ്ടി കുറച്ച് പുണ്യക്ഷേത്രങ്ങൾ, പുണ്യനദികൾ, മലകൾ, പർവ്വതങ്ങൾ, അവയുടെ പേരുകളൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. അനേകം 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 പറഞ്ഞാൽ തീരാത്തത്ര പുണ്യക്ഷേത്രങ്ങളും നദികളും പർവ്വതങ്ങളും ആശ്രമങ്ങളും ഒക്കെ ഉള്ളതാണ് പരമപാവനമായിട്ടുള്ള ഈ ഭാരതദേശം. അതുകൊണ്ട് തന്നെയല്ലേ പൂന്താനം തിരുമേനി ജ്ഞാനപ്പാനയിൽ പറയുന്നത്, ഈ ഭാരതദേശത്തിൽ വന്ന് പിറക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ പുണ്യമാണ്, ഭാഗ്യമാണ്. മനുഷ്യജന്മം കിട്ടിയാൽ എവിടെ വേണമെങ്കിലും പോയി ജനിക്കാം. പക്ഷേ ഈ ഭാരതദേശത്തിൽ ജനിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും
പാവനമാണ്, പുണ്യമാണ് എന്നൊക്കെ പൂന്താനം മാതിരിയുള്ള മഹാത്മാക്കൾ പറയുമ്പോൾ അത്തരത്തിലുള്ളൊരു പുണ്യഭൂമിയിലാണ് നമുക്ക് ജനിക്കാനും വളരാനും കഴിഞ്ഞത് എന്നുള്ളത് തന്നെ നമ്മൾ പൂർവ്വജന്മാജന്മാന്തരങ്ങളിൽ ചെയ്ത സുകൃതം എന്ന് നമുക്ക് കാണാം.